ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്ട്രീറ്റ് ടോർക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു പഴയ മോഡലായ റോയൽ എൻഫീൽഡ് കോണ്ടിനെൻ്റൽ GT 535 ആണ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു കഫേ റേസർ മോഡൽ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്യുവർ കഫേ റേസറായിട്ട് നമുക്ക് തോന്നും. ഒരു ലോങ് ടാങ്ക്, ഹയർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിഗ്ഗറായിട്ടുള്ളൊരു എൻജിൻ, അതുപോലെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ്, അനലോഗ് മീറ്റർ ക്ലസ്റ്റർ, അതുപോലെ സ്പോർട്സ് ബൈക്കിൽ കണ്ടുവരുന്നത് പോലെയുള്ള റയർ ഫുഡ് സെറ്റ്. ഇതെല്ലാം തന്നെ ഒരു റൈഡർക്ക് ഒരു സ്പോർട്ടി അഗ്രസീവ് റൈഡിംഗ് പോസ്റ്ററാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ബൈക്കിൽ ഒരു സിംഗിൾ സീറ്റ് ഡിസൈനാണ് RE കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ റൈഡ് ഫീൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 535 cc എൻജിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 29 bhp പവറിന്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 44 Nm ടോർക്കുമാണ്. ഇത് ഓടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഡെലിവറി ഒരു സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇത് GT 650 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. GT 650 ആയിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി റോ ആയിട്ട് ഇത് ഒരു റെട്രോ ഫീൽ തന്നെ നമുക്ക് ഈ ബൈക്കിൽ നിന്ന് കിട്ടും. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ആ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു വൈബ്രേറ്ററി, ആ ഒരു റെട്രോ ഫീൽ നമുക്ക് ഈ ബൈക്കിൽ നിന്ന് കൂടുതൽ കിട്ടുന്നത് പോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഒരു പ്യുവർ RE തന്നെ നമുക്ക് ഈ ബൈക്കിൽ കാണാവുന്നതാണ്. അതിൻ്റെ ആ വൈബ്രേഷനും അതിൻ്റെ ആ റോ ടോർക്കും അത്രത്തോളം സ്പോർട്ടി ഫീലും ആ ഹാൻഡിലിങ്ങും ഒക്കെ തന്നെ നമുക്ക് ഈ ബൈക്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ നമ്മുടെ ഹാർട്ടിലെപ്പോഴും ഈ ബൈക്കുമായിട്ട് കണക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു സ്മോൾ സിറ്റി റൈഡിൽ ഹെഡ് ഓൺ ഹെഡ് ട്രാഫിക്കിൽ ഇതൊരു വൈബ്രേറ്ററി എഞ്ചിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഒരു ഹൈവേയിൽ കയറുമ്പോൾ ഒരു 190, 100, 110 എന്നീ സ്പീഡുകളിൽ ഈ വളരെ ബൈക്ക് എൻജോയ്മെൻറ്റും അതുപോലെ തന്നെ സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ മേലേക്ക് ഇതത്ത് വൈബ്രേറ്റേഷൻ കൂടുമെങ്കിലും ഈ ഒരു സ്പീഡിൽ 100, 90, 80 ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നൊരു ഫീല് അത് വേറൊരു ബൈക്കിൽ നിന്നും കിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്. ഗിയർ ഷിഫ്റ്റ് കുറച്ചൊരു ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്താലും ഇതിൻ്റെ ഓരോ ഗിയറിൽ നിന്നും വരുന്ന ടോർക്ക് എന്ന് പറയുന്നത് അത്രത്തോളമാണ്. അതിനാൽ തന്നെ നമുക്ക് ഏത് ഗിയറിലാണ് അല്ലെങ്കിൽ ഈ ബൈക്കിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓരോ ഗിയറും എന്താണ്, ഓരോ ഗിയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ഇതൊരു ഹെവി ബൈക്കാണെങ്കിൽ നമുക്ക് ആ ഹെവിനെസ് ഈ ബൈക്കിൽ ഫീൽ ചെയ്തില്ല. അതൊരു ചെറിയ ബൈക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഓൾമോസ്റ്റ് 185 kg വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫീൽ ചെയ്യില്ല. ഇതുപോലെ ഇതിൻ്റെ ഹാൻഡിലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് നോർമൽ ടെലിസ്കോപ്പിക് ഫോർക്കാണ്. അതുപോലെ തന്നെ റയറിൽ വരുന്നതും ടിൻ ഗ്യാസ് ഷോക്ക് സസ്പെൻഷനും കൂടിയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡ് സൈഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് ഇത് ഹൈവേയിൽ ഓടിക്കുമ്പോൾ തരുന്ന ഒരു റൈഡിങ് ഫീൽ ഇത് കൂടുതൽ മികച്ചതാക്കുന്നു. കാരണം ഇത് കുറച്ച് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇതിൻ്റെ ഹെവിനെസ്സുമായി ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ റൈഡ് ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു പോയേനെ. പക്ഷേ ഈ സസ്പെൻഷൻ ഇതിന് പെർഫെക്റ്റ് ആണ്. ഇനി ഈ ബൈക്കിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ വരുന്നത് 240 mm ഡിസ്ക് ബ്രേക്കുമാണ്. ബ്രേക്കിംഗ് വളരെ ഷാർപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും വളരെ പ്രോഗ്രസീവ് ആണെങ്കിലും ഇത് നമുക്ക് പിടിച്ചു നിർത്താൻ പാകത്തിലുള്ള പെർഫോമൻസ് ഉണ്ടെന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് എവിടെയും വണ്ടി കൺട്രോൾ വിട്ടു പോകുന്നതോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടോ നമുക്ക് ഫീൽ ചെയ്യില്ല. വണ്ടിയുടെ ബ്രേക്കിംഗ് ഈ വണ്ടി പിടിച്ചു നിർത്താൻ മാത്രമുള്ള കോൺഫിഡൻസ് നമുക്ക് എല്ലായ്പ്പോഴും തരുന്നുണ്ട്. ഏത് RPM-ലായാലും ഏത് സ്പീഡിലായാലും വണ്ടി പിടിച്ചു നിർത്താൻ പാകത്തിലുണ്ട്. പക്ഷേ വണ്ടി കുറച്ച് പ്രോഗ്രസീവാണ്. അതുമായിട്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ആവേണ്ടിയിരിക്കുന്നു ബ്രേക്കിംഗ്. ഇതൊരു പ്യുവർ കഫേ റേസർ ബൈക്ക് ആയതിനാൽ തന്നെ ഇതിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് ആ ഒരു റൈഡിംഗ് പോസ്റ്റർ ഇഷ്ടപ്പെടുന്നതുമാർക്ക് ഇതൊരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അല്ലാത്തവർക്ക് ഇതൊരു ഡിസ്കംഫർട്ടബിൾ ബൈക്ക് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് ഫ്യൂൽ എക്കോണമിക്ക് നോക്കുകയാണെങ്കിൽ 20 to 25 മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അത്രയ്ക്കും ബിഗ്ഗർ എഞ്ചിനാണ്. അതുപോലെ തന്നെ അത്രയ്ക്കും ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരിക്കലും നമ്മൾ മടുപ്പില്ലെങ്കിലും ഫ്യൂൽ എക്കോണമി 20, 22, 25 ആ റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി പില്ലണ ഇരുത്താനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ വളരെ മെലിഞ്ഞ പില്ലണൊക്കെ ആണെങ്കിൽ ഇരിക്കാം. അല്ലെങ്കിൽ ഇതൊരു കസ്റ്റമൈസ് വേറെ സെപ്പറേറ്റ് സീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേങ്കിൽ ഈ സിംഗിൾ സീറ്റ് തന്നെയാണ് ഈ വണ്ടിയുടെ ഭംഗി. ഇപ്പോൾ ഈ വണ്ടി ഡിസ്കണ്ടിന്യൂഡ് ആണെങ്കിലും ഇതിൻ്റെ ലെഗസി എന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഒറ്റത്തവണെങ്കിലും ഓടിച്ചൊരാൾക്ക് ഈ വണ്ടിയുടെ ഫീൽ എല്ലപ്പോഴും അയാളുടെ ഹാർട്ടുമായി കണക്റ്റായി നിൽക്കും. അത്രത്തോളം റെട്രോ കഫേ റേസർ മോഡൽ ഫസ്റ്റ് ജനറേഷൻ GT എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കും. ഓടിച്ചവർക്ക് എന്തായാലും ഇത് മനസ്സിലാവും. ഓടിച്ചവർ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ എപ്പോഴും പറയുക, ഇത്തരം ഒരു ബൈക്ക് യൂസ്ഡ് മാർക്കറ്റിൽ എവിടെയെങ്കിലും നല്ല കണ്ടീഷനിൽ കാണുകയാണെങ്കിൽ കണ്ണ് കൂട്ടി വാങ്ങാവുന്നതാണ്. പക്ഷേങ്കിൽ ഡെയിലി യൂസിന് ഇത് പറ്റില്ല. ബിക്കോസ് മൈലേജ് വളരെ ഷോർട്ടാണ്.
അപ്പോൾ ഇതുപോലുള്ള മറ്റു ബൈക്കുമായി പുതിയൊരു കണ്ടൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.